കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തു നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തു നിസ്തുല നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ലോകത്തിലേക്ക് കണ്ണുവെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ കാര്യങ്ങളും ദൈവത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥം നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ വസ്തുത, ദൈവജനത്തിൽ നിവർത്തിക്കപ്പെടുന്ന ഒരു കാലത്ത് പാസ്റ്റർമാർ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പാസ്റ്റർമാരെക്കാൾ ഉപരിയായ നിലയിൽ മീഡിയകൾ, ദൈവത്തെ യഥാർത്ഥമായി അറിയാത്ത മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ദൈവജനത്തിലെ വാക്യങ്ങൾ എടുത്തുദ്ധരിച്ച് ക്രിസ്ത്യാനികളുടെ വേദപുസ്തകത്തിൽ, സത്യവേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നിവർത്തിക്കപ്പെടുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേൾക്കുവാൻ കഴിയും. നോക്കണം, ഒരു കാലത്ത് ദൈവദാസന്മാർ മാത്രം വിളിച്ചു പറഞ്ഞുവെങ്കിൽ, ദൈവമക്കൾ വിളിച്ചു പറഞ്ഞെങ്കിൽ, ഇന്ന് യേശുവിനെ യഥാർത്ഥമായി അറിയാത്ത ജനങ്ങളുടെ ഇടയിൽ തന്നെ അവരുടെ നാവിൽ തന്നെ വിളിച്ചു പറയുന്നു, ക്രിസ്ത്യാനിക സത്യവേദ പുസ്തകം പറയുന്ന പ്രകാരം നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നത് കേൾക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. ഇല്ലാത്ത താല്പര്യത്തിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 27-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോറിനെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന്റെ 27-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വന്നത്. 27-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഒരു വിലാപ ഗാനത്തോടെ ആരംഭിക്കുന്നു. ആരംഭത്തിൽ നല്ല സോറിനെ കുറിച്ച് എത്രയും നന്നായി പ്രകീർത്തിക്കാമോ ആ നിലയിൽ പ്രകീർത്തിച്ചാണ് അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏഷ്യയിലുള്ള സകല രാജ്യങ്ങളും സോറുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവിടെയുള്ള സകല ചരക്കുകളും സോറിലേക്ക് വരുന്നു. സോറിന്റെ സകല ഉൽപ്പന്നങ്ങളും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കയർന്നു പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ കടലിന്റെ ഒരു കാവൽക്കാരനായി, മെഡിറ്ററേനിയൻ കടലിന്റെ ഒരു കാവൽക്കാരനായി തന്നെ എല്ലാവരും കാണത്തക്ക നിലയിൽ, മഹത്വപൂർണമാകുന്ന നിലയിൽ നിലനിൽക്കുന്ന ഒരു സോറിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തർസീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകളിലൂടെ വരുന്നു, അത് വിറ്റഴിക്കുന്നു. ഈ കൂട്ടത്തിൽ മനുഷ്യരെ അടിമകളായി സോർ വാങ്ങിക്കുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ നിലയിൽ മഹത്വപൂർണമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായും എല്ലാ നിലകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കപ്പലിനോട് സാമ്യപ്പെടുത്തിയാണ് സോറിനെ 27-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ 27-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആ കപ്പൽ തകരുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കപ്പൽ തകരാൻ കാരണം കിഴക്കൻ കാറ്റുകൊണ്ട് തകരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആ ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. 26-ാം വാക്യത്തിൽ, 27-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ആ കപ്പൽ നിയന്ത്രിക്കുന്നവരാരാണെന്നും അവർ അതിനെ പുറം കടലിലേക്ക് കൊണ്ടുപോയി എന്നും പറയുന്നുണ്ട്. 27-ാം അധ്യായത്തിൽ തന്നെ 8-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അത് തുഴയുന്നവരാരാണ്? അതിന്റെ ക്യാപ്റ്റന്മാർ ജ്ഞാനികളാണ്, വിദഗ്ധന്മാരായിരിക്കുന്ന തുഴയുന്നവര്, വിദഗ്ധന്മാരായ ഓഫീസേഴ്സ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻസ്, അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതായ
ഒരു പ്രവർത്തനത്തെ കുറിച്ച് വളരെ വിശദമായി ഇതിന്റെ ആരംഭ ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ 26 വാക്യത്തിലേക്ക് പറയുമ്പോൾ അങ്ങ് സിസ്റ്റമാറ്റിക് ആയിട്ട് ജ്ഞാനത്തിലൂടെയും ബുദ്ധിയിലൂടെയും എല്ലാ നിലകളിലും വൈവിധ്യമാർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കപ്പൽ ഇപ്പോൾ ആ നിയന്ത്രിക്കുന്നവരെ പുറംകടലിലേക്ക് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പുറംകടലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കിഴക്കൻ കാറ്റടിച്ച് സമുദ്രമധ്യ വെച്ച് അത് ഉടച്ചു കളഞ്ഞു എന്നതായി. കിഴക്കൻ കാറ്റ് അതിന്മേൽ അടിച്ചു. ഏറ്റവും മികച്ചത് ശക്തമായ ഒരു കപ്പൽ. കാറ്റിന്റെയും കടലിലെയും ശക്തിക്ക് ആ കപ്പൽ ഇരയായിത്തീരുന്നു. ആ കിഴക്കൻ കാറ്റ് അടിച്ച് കപ്പൽ തകരുകയാണ്. അതിലുണ്ടാകുന്ന സകല ചരക്കുകളും അതിലുണ്ടായിരുന്ന ജ്ഞാനികളും വിവേകികളും ബുദ്ധിമാന്മാരും കഴിവുള്ളവരെല്ലാം ആ സമുദ്രത്തിന്റെ അടിത്തട്ടത്തിലേക്ക് മുങ്ങിപ്പോകുന്നതായി കാണുന്നു. കിഴക്കൻ കാറ്റ് അവിടെ തളർത്തപ്പോൾ, അതിനെ തകർത്തപ്പോൾ, എല്ലാ ഭൗതിക സമൃദ്ധിക്കും അവൾ വാരിക്കൂട്ടിയ സമ്പത്തുകൾക്കും അവിടേതായിരിക്കുന്ന അവിടെ കീഴിൽ കഴിയുന്ന മറ്റ് ശക്തികൾക്കൊന്നും ഈ സോറിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. സോർ എപ്പോഴും സേഫ് ആയിരുന്നു. സോറിന്റെ ചിന്താഗതി, ഞങ്ങൾ സേഫാണ്, ഞങ്ങൾക്ക് ജ്ഞാനികളായ പൈലറ്റുമാരും ക്യാപ്റ്റന്മാരും ഉണ്ട്, ഞങ്ങളുടെ സൈന്യം ശക്തരാണ്, ഞങ്ങളെ തുഴയുന്നവർ ശക്തരാണ്. ഈ നിലയിലൊക്കെ സോർ ചിന്തിച്ചു, ഞങ്ങളെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല. എന്നാൽ ഇത്രയും നല്ല നിലയിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സോറിന് മേൽ കിഴക്കൻ കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ ആ തകർച്ചയുടെ നടുവിൽ നമുക്ക് കാണാൻ കഴിയും, സോറിന്റെ സമ്പത്തിനോ സോറിന്റെ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കോ സോറിൻ്റെതായിരിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിലുള്ളവർക്കോ അയൽ രാഷ്ട്രങ്ങൾക്കോ ഒന്നും സോറിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. തക്ക സമയത്ത് അതൊന്നും സഹായത്തിനായി എത്തിയിട്ടില്ല. പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്ന അതാണ്. ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങൾ സമ്പാദിച്ച് രാഷ്ട്രീയ സ്വാധീനം, സൊസൈറ്റിയിൽ സ്വാധീനം, ഉന്നതമാകുന്ന ഓഫീസിൽ സ്വാധീനം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം എന്ന് ചിന്തിക്കുമ്പോൾ സോറിനെ പോലെ ജീവിതത്തിൽ നാളെ ഒരു കിഴക്കൻ കാറ്റടിച്ചു കഴിയുമ്പോൾ ആരും തക്ക സമയത്ത് സഹായിപ്പാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരനുഭവം ഉണ്ടാകും, ആരായിരുന്നാലും ശരി. അതുകൊണ്ട് നാം ഓർക്കേണ്ട വസ്തുത, ദൈവത്തിന്റെ മുൻപിൽ ആർക്കും പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ശക്തിയുടെ മുൻപിൽ, ദൈവിക ന്യായവിധിയുടെ മുൻപിൽ, ദൈവിക പ്രവൃത്തിയുടെ മുൻപിൽ നമ്മുടെ ശക്തികൾക്കോ നമ്മുടെ സ്വാധീനങ്ങൾക്കോ നമ്മുടേതായിരിക്കുന്ന സമ്പത്തുകൾക്കോ നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് സോറിന്റെ അനുഭവത്തിലൂടെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ 27-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലുമികളും 1000 പണിക്കാരും കുറ്റിക്കാരും നിന്നുള്ള സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സർവജന സമൂഹത്തോടും കൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും. സമുദ്രത്തിലേക്ക് വീണുപോകും എന്ന് വളരെ വ്യക്തമായി പറയുക. ഒടുവിൽ സോർ മുങ്ങുമ്പോൾ എല്ലാവരും കപ്പലിനോടൊപ്പം മുങ്ങുന്ന ഒരു അനുഭവമാണ്. ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ എല്ലാവരും കപ്പലിനോടൊപ്പം മുങ്ങുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. നാം ഇത്രയും ഭാഗമാണ് പഠിച്ചു നിർത്തിയത്. നമ്മളെ ഇനി അതിന്റെ 27-ഉം 28-ഉം വാക്യം ഒന്ന് വായിച്ചു. യെഹെസ്കേൽ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യം. നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലുമികളും ഒരായപ്പണിക്കാരും
കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സർവ്വജന സമൂഹത്തോടു കൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും. നിന്റെ മാലൂമികളുടെ നിലവിളി കൊണ്ട് കപ്പൽ കൂട്ടങ്ങൾ നടുങ്ങിപ്പോകും. ഓക്കെ, 27 അധ്യായത്തിൽ ഒരു ലിസ്റ്റ് പറയും. 27 വാക്യത്തിൽ ഒരു ലിസ്റ്റ് പറയും. സോറിന്റെ നാശത്തിന്റെ ദിവസം അവളുടെ മഹത്വത്തെയും സമ്പത്തിന്റെയും ശക്തിയുടെയും സ്വാധീനത്തിന്റെയും മറ്റും അഭിമാനത്തോടെ മതിമറന്ന് വിളിച്ചു പറയുന്ന വീമ്പിളക്കുന്ന എല്ലാവരും ആ കപ്പലും മുങ്ങുന്നതുകൂടെ നശിക്കുക. കപ്പൽ മുങ്ങുമ്പോൾ അവിടെ വായിക്കുന്നതിന് മാലൂമികളുടെ നിലവിളി, കപ്പൽ പൈലറ്റുമാരുടെ നിലവിളി കേൾക്കുന്നു. കാറ്റിന്റെയും തിരമാലകളുടെയും അക്രമത്തിൽ കപ്പൽ ഒരു പാറയിൽ ചെന്ന് തട്ടി നശിക്കുന്ന പോലെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും കവർന്നെടുത്ത് എല്ലാവരും ഒരുപോലെ നിലവിളി ഉയർത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ തകർച്ചയിലേക്ക് സോറ് പോകുന്നു, സോറുണ്ടാകും. ആരും ഇത് പ്രതീക്ഷിച്ചില്ല. എല്ലാ നിലകളും ഉന്നതത്തിലെത്തി നിൽക്കുന്ന സോറിനെ തകർക്കുവാൻ ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അയക്കുന്നു. പലപ്പോഴും സോർ ചിന്തിച്ചു കാണും, ഞങ്ങളെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, എന്റെ നല്ല മഹാത്മ്യത്താൽ ഞാൻ പണിതുയർത്തിയ എന്റെ മഹതിയാൻ ബാബിലോൺ. എന്നാൽ നമുക്കറിയാം, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ അധപ്പതനത്തിലേക്ക് പോകുന്നതായി കാണും. എത്ര സേഫ് ആണെന്ന് ചിന്തിച്ചാലും, എത്ര സ്വാധീന ശക്തി ഉണ്ടെന്ന് ചിന്തിച്ചാലും, ദൈവത്തിന്റെ കിഴക്കൻ കാറ്റിന് മുൻപിൽ, ദൈവികമാകുന്ന പദ്ധതിന് മുമ്പിൽ ആർക്കും നാം പിടിച്ചു നിൽക്കുവാനോ നമ്മളെ സംരക്ഷിക്കുവാനോ കഴിയത്തില്ല. എത്ര സേഫ് ഉണ്ടെങ്കിലും അതിനാർക്കും നമ്മെ സഹായിപ്പാൻ കഴിയത്തില്ല. അത് വളരെ യാഥാർത്ഥ്യമാണ്. നമുക്കിനി 29 മുതൽ 36 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അതിന്റെ അവസാന ഭാഗമാണ്. സോർ എന്ന് പറയുന്ന കപ്പൽ മുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിലാപ ഗാനത്തിന്റെ അവസാന ഭാഗമാണത്. നമുക്ക് 29 മുതൽ 36 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. കണ്ടവന്മാരൊക്കെയും കപ്പൽക്കാരും കടലിലെ മാലൂമികൾ എല്ലാവരും കപ്പലുകളിൽ നിന്നിറങ്ങി കരയിൽ നിൽക്കും. അവർ കൈപ്പോടെ ഉറക്കെ നിലവിളിച്ച് തലയിൽ പൂഴി വാരിയിട്ട് ചാരത്തിൽ കിടന്നുരുളുകയും നിന്നെ ചൊല്ലി മൊട്ടയടിച്ച് രട്ടുടുത്ത് നിന്നെക്കുറിച്ച് മനോവ്യസനത്തോടും കൈപ്പുള്ള വിലാപത്തോടും കൂടെ കരയുകയും ചെയ്യും. തങ്ങളുടെ ദുഃഖത്തിൽ അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് വിലപിക്കുന്നത്, സമുദ്രമധ്യേ നശിച്ചുപോയ സോറിനെ പോലെ ഏതൊരു നഗരമുള്ളൂ. നിന്റെ ചരക്ക് സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നീ ഏറിയ വംശങ്ങൾക്ക് തൃപ്തി വരുത്തി നിന്റെ സമ്പത്തിന്റെയും വ്യാപാരത്തിന്റെയും പെരുപ്പം കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നന്മാരാക്കി. ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയി നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിന്റെ ആഴത്തിൽ വീണിരിക്കുന്നു. ദ്വീപുവാസികളൊക്കെയും നിന്നെ കുറിച്ച് സ്തംഭിച്ചു പോകുന്നു. അവരുടെ രാജാക്കന്മാർ ഏറ്റവും ഭയപ്പെട്ട് മുഖം വാടി നിൽക്കുന്നു. ജാതികളിലെ വ്യാപാരികൾ നിന്നെ കുറിച്ച് ചൂളകുത്തുന്നു. നിനക്ക് ശീഘ്രനാശം ഭവിച്ച് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. ഓക്കെ, സോറുമായി വ്യാപാരം നടത്തിയിരുന്ന ആളുകൾ സോറിന് എന്ത് സംഭവിച്ചു എന്നന്വേഷിക്കും. മറ്റുള്ളവർക്ക് വിറയലും ഭയവും സോറിനോടുള്ള ബന്ധത്തിൽ അവർ ദുഃഖിതരായിത്തീരുന്നു.
29-ാം വാക്യത്തിൽ സമുദ്രത്തിലെ മാലൂമികൾ എല്ലാവരും കപ്പൽ നിറങ്ങും എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലെ കപ്പലിൽ യാത്ര ചെയ്യുന്ന ക്യാപ്റ്റന്മാർ ആ കപ്പലിൽ നിറങ്ങി കരയിൽ നിൽക്കും. ലോകത്തിലെ കപ്പൽക്കാർ തീരത്ത് നിന്നുകൊണ്ട് സോറിന്റെ നാശത്തെ കുറിച്ച് ഉറക്കെ കരയും. എന്ന് പറഞ്ഞാൽ അയൽ രാജ്യങ്ങൾ, സോറുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന അയൽ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ, അതിന്റെ ക്യാപ്റ്റന്മാർ സോറിന്റെ നാശം കണ്ടിട്ട് അവർ ഉറക്കെ നിലവിളിക്കും. അവരുടെ ജീവിതത്തിൽ ഭയവും ഭീതിയും ഉണ്ടാകും. കാരണം സോറിന് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഞങ്ങൾക്കും എത്ര പെട്ടെന്ന് സംഭവിക്കും എന്നുള്ളതായ ഒരു ഭീതിയും ഭയവും ആ ജനത്തിനുണ്ടായിട്ട് സോറിന്റെ അധപ്പതനത്തെ, നാശത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ അതിന് 30-31 വാക്യത്തിൽ കണ്ടു കഴിഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിലാപത്തിന്റെ പാരമ്പര്യമായി ചെയ്തു വരുന്ന വിലാപത്തിന്റെ ലിസ്റ്റാണ് അവിടെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ, വേണ്ടപ്പെട്ടവരെ റിലേറ്റീവ് മരിച്ചാൽ, ആ മരിച്ചവർക്ക് വേണ്ടി ആ ഭവനത്തിൽ ചെയ്യുന്ന, ശേഷിച്ചിരിക്കുന്ന ഉറ്റവർ ചെയ്യുന്ന ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളാണ് 30-31 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിന്റെ ആഴത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവർ കൈപ്പോടെ ഉറക്ക നിലവിളിച്ച് തലയിൽ പൂഴി വാരിയിട്ട് ചാരത്തിൽ കിടന്നുരുളുകയും നിന്നെ ചൊല്ലി മുട്ടയടിച്ച് രട്ടുടുക്കുകയും നിന്നെ കുറിച്ച് മനോവ്യസനത്തോടും കൈപ്പുള്ള വിലാപത്തോടും കൂടെ കരയുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു കുടുംബത്തിലെ ഒരാൾ മരിക്കുമ്പോൾ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ആ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ക്ലോസ് റിലേറ്റീവ്സ് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ഒന്ന്, അവിടെ വായിക്കുന്നു, മുട്ടയടിക്കുക, ചണവസ്ത്രം ധരിക്കുക, ചാരത്തിൽ കിടക്കുക, തലയിൽ പൂഴി വാരിയിടുക. ഇതെല്ലാം ഒരാളുടെ മരണശേഷം ആ വീട്ടിലുള്ളവർ ചെയ്യുന്ന ഒരു ചില ക്രിയകളാണതെല്ലാം. അത് തന്നെയാണ് ഇവിടെ വിലാപഗീതമായി ഇവിടെ ഇത് എഴുതി അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സോറിന്റെ നാശം മറ്റുള്ളവരെ അത്രമാത്രം വേദനിപ്പിച്ചു. അതിനോട് വ്യാപാര ബന്ധം നടത്തിയിരുന്ന മറ്റ് ക്ലോസ് രാജ്യക്കാർ ഇവർക്ക് വേണ്ടി മുട്ടയടിയിച്ചും തലയിൽ പൂഴി വാരിയിട്ടും ചണവസ്ത്രം ധരിച്ചും ഒക്കെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഇത് യെഹെസ്കേൽ പ്രവാചകൻ പ്രവചനത്തിലൂടെ പറയുകയാണ്, ഇത് നശിക്കും. അതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഈ ഭാഗത്തൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇനിയും അതിന് 34-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടി പറഞ്ഞാൽ, യെഹെസ്കേൽ ഇവിടെ ഒരു ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിക്കുന്ന ഒരാളെ പോലെയാണ് കാണിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണശേഷം ആളുകൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു ക്രിയയാണ് ഇവിടെ ചെയ്യുന്നതായി കാണിക്കുന്നത്. ഇനി 34-ാമത്തെ വാക്യത്തിൽ കാണുന്നു, വെള്ളത്തിന്റെ ആഴത്തിൽ തകർന്നിരിക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവളുടെ സോറിന്റെ സമൃദ്ധിക്കും വാണിജ്യ വിജയത്തിനും ഇടയിൽ സോറിന്റെ കപ്പൽ തകർന്ന് മുങ്ങിപ്പോകും. എല്ലാ ചരക്കുകളും മുഴുവൻ കമ്പനികൾക്കും നഷ്ടമാകും. ഇവരുടെ കപ്പൽ മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ലോകത്തിലുള്ള സകല രാജ്യങ്ങളുടെയും ചരക്കുകൾ അതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം ഈ വെള്ളത്തിൽ മുങ്ങുന്നതോടുകൂടി അതെല്ലാം നശിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അയൽ രാജ്യങ്ങൾക്കും വലിയൊരു നഷ്ടം, തീരാ നഷ്ടം ഇവിടെ നാശനിമിത്തം ഉണ്ടാകുമെന്ന് യെഹെസ്കേൽ പ്രവചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്. നോക്കണം, ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് സോർ ഒരു വലിയ പട്ടണമായി ശോഭിച്ചു.
എന്നാൽ കിഴക്കൻ കാറ്റിനാൽ തകർന്നു തരിപ്പണമായി പോകുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി അതിന് 32ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: സമുദ്രമധ്യേ നശിച്ചുപോയ സോരനെ പോലെ ഏതൊരു നഗരമുള്ളൂ എന്നൊരു ചോദ്യം 32ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. അത് ചോദ്യത്തിന്റെ ഉത്തരം 33ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. നിന്റെ ചരക്ക് സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നീ ഏറിയ വംശങ്ങൾക്ക് തൃപ്തി വരുത്തി, നിന്റെ സമ്പത്തിന്റെയും വ്യാപാരത്തിന്റെയും പെരുപ്പം കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നന്മാരാക്കി. ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയി, നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹം ഒക്കെയും വെള്ളത്തിൽ ആഴത്തിൽ വീണിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്രയും വലിയ ഒരു നഗരത്തിന്റെ അവസാനം ഇത് കാണുന്ന ആളുകൾ ഒരിക്കലും നമ്മൾ പറയുന്നത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ഒരിക്കൽ പോലും ചിന്തിച്ചു കാണത്തില്ല. സോറിന് ഈ നില നാശം വരും, ആ നിലയിലൊരു നാശം സോറിന് സംഭവിക്കുമെന്നാണ് യെഹെസ്കേൽ പ്രവാചകൻ ഇവിടെ പറയുന്നത്. ഇനി മറ്റൊന്നായി, ഇത് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്, കാലക്രമേണ കൊണ്ടല്ല, പതുക്കെയല്ല. ഇവിടെ കാണാൻ കഴിയുന്നത് ആഴക്കടലിലേക്ക് പോകുന്നു, പെട്ടെന്ന് കാറ്റടിക്കുന്നു, പെട്ടെന്ന് ആ കപ്പൽ തകരുന്നു. അല്ലാതെ കാലക്രമേണ സൂക്ഷിച്ച് പോയതായിട്ടല്ല കാണുന്നത്. സോറ് പെട്ടെന്ന് നാശം സംഭവിച്ച് പെട്ടെന്ന് ന്യായവിധിയിൽ അകപ്പെട്ടിട്ട് നശിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇതൊരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. ഇതാണ് പെട്ടെന്ന് നാശം സംഭവിക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നടക്കും എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനിയും സോർ അവന്റെ ചരക്കുകൾ ജനത്തിന് നൽകിയിരുന്നു. ഇപ്പോൾ അതിന്റെ ബന്ധത്തിൽ സമ്പത്തിൽ ഒന്നും ശേഷിപ്പില്ല. കടലിന്റെ അടിത്തട്ടിൽ മുങ്ങുന്ന ഈ കപ്പൽ പോലെ സോർ എന്നേക്കുമായി ഭൂമുഖത്തുനിന്ന് അപ്രത്യക്ഷമാകും എന്നാണ് ഈ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെ ഞങ്ങൾക്കും സംഭവിക്കുമെന്നൊരു ഭയം മറ്റ് രാജ്യക്കാർക്ക് ഉണ്ടാകും എന്നാണ് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്ക് ശീഘ്രനാശം ഭവിച്ചു, നീ സദാകാലത്തേക്കും ഇല്ലാതെ പോയി. നോക്കണം, എത്ര പടുത്തുയർത്തിയ ഒരു വലിയ സാമ്രാജ്യം, ഒരു വലിയ നഗരം ഒറ്റ നിമിഷം കൊണ്ട് അത് തകർന്നുപോയി, അതില്ലാതായിപ്പോയി. ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഒരു ഭാഗം നമ്മെ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം, 1-2 വാക്യം ഇതിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്നുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യവും 16 മുതൽ 19 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും ഉറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. ഇനി അതിന്റെ 16 മുതൽ 19 വാക്യങ്ങൾ. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു ദുഃഖിക്കും. ഏതു മാലൂമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട്, അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം
തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. നോക്കണം, ഈ സോറിനെ കുറിച്ച് പറഞ്ഞ അതേ പദപ്രയോഗങ്ങൾ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ മഹദിയ ബാബിലോണിന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഏകദേശം ഒരു ചെറിയ സാമ്യമുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെഹെസ്കേൽ പുസ്തകത്തിൽ പറയുന്നത് സോറിനെ കുറിച്ചുള്ള അധപതനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ ഏകദേശം അതുപോലെ തന്നെ സ്വഭാവമുള്ള നിലയിലുള്ളതാണ് മഹദിയ ബാബിലോൺ. ആ മഹദിയ ബാബിലോൺ ഉണ്ടാകുന്ന നാശത്തെ കുറിച്ചാണ് ഈ 18-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഒറ്റ നിമിഷം കൊണ്ട് നീ എങ്ങനെ നശിച്ചു പോയി എന്ന് പറഞ്ഞ് തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കടലിലും കപ്പലുള്ള തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിച്ച് മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയി. ഇത് സംഭവിക്കാനിരിക്കുന്നതാണ്, സംഭവിച്ചിട്ടില്ല. സോറിനെ കുറിച്ചുള്ള സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നത് സംഭവിച്ചിട്ടില്ല. അത് അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അവന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടം വരുമ്പോൾ അത് സംഭവിക്കും എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് സോറിനെ കുറിച്ചുള്ള അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ ഇത് വിരൽ ചൂണ്ടുന്ന മറ്റൊരു കാര്യം, വരാൻ പോകുന്ന ഒരു വലിയ ന്യായവിധി, മഹദിയാൻ ബാബിലോൺ ഉണ്ടാകുന്ന ഒരു ന്യായവിധിയെ കുറിച്ചാണ് ഈ ഭാഗം മറു സൈഡിൽ വിരൽ ചൂണ്ടുന്നത്. അതിന്റെ ഭാഗമാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഭാഗം അവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്കിനിയും 28-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക്. ഈ അധ്യായം വളരെ അറിയപ്പെടുന്ന, ക്രൈസ്തവ ലോകത്തിൽ അറിയപ്പെടുന്ന, വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ പല നിലകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റും. ഈ അധ്യായത്തിൽ പ്രധാനമായും പറയുന്നത് സോർ രാജാവിനെ കുറിച്ചുള്ള ചില പദപ്രയോഗങ്ങളും സോർ രാജാവിനെതിരായിട്ടുള്ള പ്രവചനമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോർ രാജാവും സോറിനോട് ചേർന്ന് നിൽക്കുന്ന സീദോനെ കുറിച്ചുമുള്ളതായ ഒരു പ്രവചനമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ ജാതികളിൽ നിന്ന് വിടുവിക്കപ്പെടുമെന്ന വാഗ്ദാനത്തോടുകൂടെ 28-ാം അധ്യായം അവസാനിപ്പിക്കുന്നു. നമുക്കതുകൊണ്ട് ഇതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു എന്ന്, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നുവെന്നും പറഞ്ഞു. നീ ദൈവഭാവം നടിച്ചതും കൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. ഒരു നിമിഷം. ഓക്കെ, ഇവിടെ ഈ അധ്യായം ആരംഭിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ എന്ന് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്.
ഇസ്രായേലിന്റെ വടക്കുള്ള ഫൊയ്നീഷ്യക്കാരുടെ ഒരു വാണിജ്യ തുറമുഖ നഗരമായിരുന്ന സോറിനെ കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്. ആ സോറിനെതിരായിട്ടുള്ള യെഹെസ്കേലിലൂടെ ദൈവം നടത്തിയ പ്രവചനങ്ങളുടെ ഒരു പരമ്പരയാണ് ഇത് കാണുന്നത്. ഇനി 2-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്. ഈ സോർ പ്രഭു ആരാണ് എന്നതിനെ കുറിച്ച് ക്രൈസ്തവ ലോകത്തിൽ പല നിലകളിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, പല നിലകളിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഏതായാലും ശരി, ഇതിന് നടുവിൽ എനിക്ക് ആധാരം വചനമാണ്. ആ വചനത്തിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ ഞാൻ ആ കാര്യം പ്രസ്താവിക്കത്തുള്ളൂ. ഇവിടെ സോർ, ഇതിനെക്കുറിച്ച് ഈ 26-ഉം 27-ഉം അധ്യായത്തിൽ ആ പ്രവചനം മുഴുവൻ സോർ എന്ന് പറയുന്ന നഗരത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവചനങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ 28-ാം അധ്യായം നഗരത്തെക്കുറിച്ചല്ല, നഗരത്തിന്റെ നേതാവിനെ കുറിച്ചാണ് പറയുന്നത്. നഗരത്തിന്റെ നേതാവ്. ഇനി ഈ വാക്യത്തിൽ സോറിന്റെ പ്രഭു ഇത് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നൊരു ചോദ്യം കാലാകാലങ്ങളായി ഉയർന്നു വന്നിട്ടുണ്ട്. എന്നോടും ഈ പുസ്തകം പഠിപ്പിച്ച് ആരംഭിക്കുമ്പോൾ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. ഈ പ്രഭു എന്ന പദത്തിന്റെ എബ്രായ പദം നാഗിഡ് എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ്. ഇത് ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം ചുമതലയുള്ള ഒരു വ്യക്തി, ഒരു കമാൻഡർ, ഒരു ലീഡർ, ഒരു രാജകുമാരൻ, സോറിന്റെ ഭരണാധികാരി എന്നിങ്ങനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് സോറിലെ പ്രഭു, അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു വ്യാഖ്യാനം ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോവുകയാണ്. അതിനെ എനിക്ക് പറയാൻ ഇന്ന് സമയമുള്ളത് പറഞ്ഞു നിർത്താം. ജോസിഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഇതിനെ കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായം, ഈ യെഹെസ്കേൽ ഈ കാലഘട്ടത്തിൽ സോർ ഭരിച്ചിരുന്നത് യത്ബാൽ, അഥവാ ചില ട്രാൻസ്ലേഷനിൽ യത്ബാൽ എന്ന് പറയുന്നുണ്ട്, ചില ട്രാൻസ്ലേഷനിൽ ഇത്തോബാൽ എന്ന് പറഞ്ഞു. ഇതോബാൽ സെക്കൻഡ്, രണ്ടാമൻ എന്ന് പറയുന്നുണ്ട്. യത്ബാൽ അഥവാ ഇതോബാൽ രണ്ടാമൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു സോറിന്റെ ഭരണാധികാരി. ഈ നന്നായി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. ഈ 28-ാം അധ്യായത്തിന്റെ സോർ പ്രഭുവിനോട് പറയുന്ന പ്രവചന ഭാഗങ്ങൾ, ഓരോ വാക്യങ്ങളുമുണ്ട്, ഓരോ പദപ്രയോഗങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ പറയാൻ വേണ്ടി പോവുകയാണ്. ഈ സോറിന്റെ ഭരണാധികാരിയായ ഇതോബാൽ അഥവാ യത്ബാൽ, അവനെ ഒരു ജ്ഞാനിയായിട്ടാണ് ആളുകൾ കരുതിയത്. ജ്ഞാനി, വലിയ നൈപുണ്യത്തോടെ അവൻ വലിയ സമ്പത്ത് സമ്പാദിച്ചു. അദ്ദേഹം സോറിനെ ഒരു അഭിമാനമായി മാറി, ഈ ഭരണാധികാരി. ഇനി സോറിന്റെ ചിന്താഗതി, തങ്ങളുടെ പൂർവികന്മാർ ദൈവങ്ങളാണെന്ന് അവർ കരുതിയിരുന്നു. സോറിലെ രാജാക്കന്മാർ വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ പൂർവികന്മാർ ദൈവങ്ങളാണ്, ദേവന്മാരാണ്. എന്നാൽ ഈ ഇതോബാൽ വിശ്വസിച്ചിരുന്നത്, ചിന്തിച്ചിരുന്നത്
തന്നെത്താൻ കരുതിയിരുന്നത് തങ്ങളുടെ പിതാക്കന്മാർ മാത്രമല്ല ദൈവം, താൻ ഒരു ദൈവമാണ് എന്ന് സ്വയം കരുതി സ്വയം പ്രഖ്യാപിച്ചു. അതിൽ താൻ അഭിമാനിച്ചു. സോറിന്റെ സിംഹാസനം ദൈവങ്ങളുടെ സിംഹാസനം എന്നാണ് വിളിച്ചിരുന്നത്, ദൈവങ്ങളുടെ സിംഹാസനം. അതുകൊണ്ട് ഇദോബാൽ എന്ന രാജാവ് ദേവനായി ഈ സിംഹാസനത്തിലിരുന്നു, സോറിന്റെ സിംഹാസനത്തിലിരുന്നു. തന്റെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമാണെന്നും അദ്ദേഹം കരുതി. അവൻ വെറും എന്നാൽ അങ്ങനെ കരുതി നിൽക്കുമ്പോൾ ഈ രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ യഹോവയായ ദൈവം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി. അടുത്ത, നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ സിംഹാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു നീ ദൈവഭാവം നടിച്ചത് കൊണ്ട് എന്ന് അവിടെ പറയുന്നു. യഹോവയായ ദൈവം തന്നോട് പറയുന്നു, നീ ദൈവമല്ല, നീ വെറും ഒരു മനുഷ്യനാണ്. അപ്പോൾ ദൈവം ഓർപ്പിച്ചുണർത്തുന്നു. അപ്പൊ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ആ ഒരു ഭാവം നടിച്ചു നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യ, നീ ദൈവമല്ല, നീ വെറും ഒരു മനുഷ്യനാണ് എന്നവനെ ഓർപ്പിച്ചുണർത്തുന്നതായിട്ടാണ് ഈ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സോറിന്റെ പ്രഭു എന്ന് പറയുന്നത് സോറിനെ ഭരിച്ചിരുന്ന ഇദോബാൽ അഥവാ യദ്ബാൽ എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം ഈ രണ്ടാം വാക്യത്തിൽ പറയുന്ന അതേ പ്രകൃതിയിൽ, ആ പരാമർശിക്കപ്പെട്ട നിലയിൽ തന്നെ അദ്ദേഹം തന്നെത്താൻ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, രണ്ടാമത്തെ വാക്യം, നീ ദൈവമല്ല. 2, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ സിംഹാസനത്തിലിരിക്കുന്നു, നീ ദൈവഭാവം നടിച്ചതും കൊണ്ടും. അപ്പോൾ ഇത് പൂർണ്ണമായി പറയുന്നത് ഇദോബാൽ അഥവാ യദ്ബാൽ എന്ന് പറയുന്ന സോർ രാജാവിനെ കുറിച്ചുള്ള പരാമർശമാണ് ആ ഭാഗത്ത് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇനി ഞാൻ അതിനൊരു വിശദീകരണത്തിലേക്ക് പോവുകയാണ്. രാജകുമാരന്മാർ, രാജ്യം ഭരിക്കുന്നവർ, അവർ ഒരു സമൂഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അവർ ഒരു സമൂഹത്തിന്റെ പ്രഭുവാണ്. ഇപ്പോൾ ഇദോബാൽ സോറിലെ ജനത്തിന്റെ ഇടയിൽ ഒരു പ്രഭുവാണ്. ഇത് ഈജിപ്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈജിപ്തിലെ ഫറോ ഈജിപ്തിലെ ജനത്തിന്റെ പ്രഭുവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈജിപ്തുകാരും ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഫറവോനെ ഒരു ദൈവമാണെന്നും ഈ യൂണിവേഴ്സിലുള്ള പ്രപഞ്ചത്തിലുള്ള ദൈവങ്ങളുമായിട്ടുള്ള രാജ്യത്തിന്റെ ബന്ധം, എല്ലാ ദൈവങ്ങൾക്കും ആ രാജ്യവുമായി ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പ്രധാന കണ്ണി, അതിന്റെ താക്കോൽ ഫറവോനാണ് എന്നാണ് ഈജിപ്തുകാർ കരുതിയിരുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള ദൈവങ്ങൾ ഈ ഈജിപ്തുമായി ബന്ധപ്പെടുവാൻ, ഈജിപ്തിലെ ഭരണം അതിനെ സഹായിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ചാവിയായി, കീയായി, അതിൻ്റെ പ്രധാന കണ്ണിയായി കണ്ടിരുന്നത് ഈ ഫറവോൻ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അതിനെക്കുറിച്ച് പറയുമ്പോൾ ഫറവോൻ റാ എന്ന് പറയുന്ന ഒരു ദേവന്റെ പുത്രനായി എന്ന് പറയപ്പെടുന്നു. സൂര്യദേവനും
ഹോറസ് ദേവന്റെ അവതാരവുമായിരുന്നു ഫറവോൻ എന്ന് പറയപ്പെടുന്നു. അവൻ അവർക്കായി ദേശം ഭരിക്കാനുള്ള ദൈവിക ഉത്തരവാദിത്വമുള്ളവനായി ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. ദൈവിക ഉത്തരവാദിത്വത്തോടുകൂടെ, ദൈവിക നിയോഗത്തോടുകൂടെ ദൈവം രാജ്യത്തെ ഭരിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു ദേവനാണ് ഫറവോൻ എന്നാണ് ഈജിപ്തുകാരെ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് സോറിലെ ജനങ്ങൾ ഇദോബാൽ അഥവാ എത്ബാലിനെയും കരുതിയിരുന്ന അവിടുത്തെ രാജാവ് ദേവനാണെന്നും അത് ദൈവം ആക്കി വെച്ചിരിക്കുകയാണെന്നും ഒക്കെ അവരും ആ നിലയിൽ കരുതി കണ്ടു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇനി നമുക്ക് ആ വാക്യത്തിൽ നിന്റെ ഹൃദയം നിഗളിച്ചു പോയി എന്ന് പറയുന്നു. നിന്റെ ഹൃദയം നിഗളിച്ചു പോയി. സോർ രാജാവിന്റെ അടിസ്ഥാന പാപം എന്ന് പറയുന്നത് അഹങ്കാരം, നിഗളമായിരുന്നു. അവൻ തന്നെ കുറിച്ച് പറയുന്നു, ഞാനൊരു ദൈവമാണ്. അടുത്ത വാക്യം, സമുദ്രങ്ങളുടെ നടുവിൽ തന്റെ മഹത്വത്തിന്റെ സ്ഥാനത്ത് പ്രകീർത്തിച്ച് നഗരത്തിന്റെയും ഭരണാധികാരിയുടെയും കാര്യത്തിൽ ഇത് സത്യമാണ്. ദൈവത്തിന്റെ ആ റെസ്പോൺസ് എന്ന് പറയുന്നത്, നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. സോർ ഭരണാധികാരികളെ കുറിച്ചുള്ള ഉന്നതമാകുന്ന ചിന്തയായിരുന്നു ദൈവമാണ്. പക്ഷേ അവൻ ആരാണെന്ന് ദൈവത്തിനറിയാം. അവൻ ദൈവമായിരുന്നില്ല, വെറും മനുഷ്യനായിരുന്നു. അവൻ തന്റെ അഹങ്കാരത്താൽ അവൻ പറഞ്ഞു ദാനിയേലിനേക്കാൾ ജ്ഞാനിയാണെന്നും അവൻ മഹാസമ്പന്നാണെന്നും സ്വയമേ കരുതി. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ വ്യാഖ്യാനം, സോറിന്റെ പ്രഭു എന്ന് പറയുന്നത് ആ രാജ്യം ഭരിച്ചിരുന്ന ഇദോബാൽ രണ്ടാമൻ അഥവാ എത്തോബാൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് താൻ ജ്ഞാനിയാണെന്ന് കരുതി താൻ സമ്പത്ത് ധാരാളം വർദ്ധിപ്പിച്ചു, സോറിന്റെ അഭിമാനമായി തീർന്നു. താൻ ദൈവത്താൽ ദൈവമാണെന്ന് സ്വയം കരുതി താൻ ആ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിച്ചതായി കാണുന്നുണ്ട്. ഇതാണ് സോറിന്റെ പ്രഭുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ വ്യാഖ്യാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്തുള്ള വ്യാഖ്യാനങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഇതിന് ബാക്കി ഭാഗം പറയുന്നതായിരിക്കും. അപ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കാം എന്ന് ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. അത് ഇവിടുന്ന് നമുക്ക് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, ആർക്കും തങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സോറിന് ഇത്രത്തോളം സ്വാധീനങ്ങളൊക്കെ ഉണ്ടായിട്ടും ആർക്കും സോറിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെയും ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ ഏത് പ്രതിസന്ധിയിൽ നമ്മൾ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവമാകിയാൽ ദൈവത്തോട് ചേർന്ന് ബന്ധം പുലർത്തി ആ ഒരു ജീവിതം നയിപ്പാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.